വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അച്ഛനെയും കാട്ടി കൊടുക്കാമെന്ന് സത്യകുട്ടിയോട് ശാലിനി പറയുകയാണ്. തുടർന്ന് ഫസ്റ്റ് ഡേയിലെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ്റെ അനുഗ്രഹം കാലിത്തൊട്ട് തൊഴുകയാണ് ഈ സത്യകുട്ടി. അന്നേരം നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. തുടർന്ന് അമ്മയെ പോലെ നല്ലൊരു ജോലിക്കാരിയാകണം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. മോൾക്ക് തരാനുള്ള അനുഗ്രഹത്തെ പറ്റിയല്ല, അച്ഛന് ദൈവം തന്ന അനുഗ്രഹത്തെ, മുത്തശ്ശന് ദൈവം തന്ന അനുഗ്രഹത്തെ പറ്റിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. മോളുടെ അമ്മയാണ് മുത്തശ്ശന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുകയാണ്. പെൺമക്കള് ഒരു ശാപമാണ് എന്നുള്ളൊരു മിഥ്യാധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ശാപമല്ല, പുണ്യം തന്നെയാണ്, എൻ്റെ മകള് പുണ്യം തന്നെയാണെന്നും പറഞ്ഞ് ശാലിനിയെ നോക്കി കണ്ണൊക്കെ നിറഞ്ഞ് സംസാരിക്കുകയാണ്. ശാലിനിക്കും ശാരദാമ്മയ്ക്കും ശാന്തയ്ക്കും ഒക്കെ അത് കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ്. തുടർന്ന് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങുമെന്ന് പറയുമ്പോൾ ശാരദാമ്മയുടെ കാലും തൊട്ട് തൊഴുകയാണ്. അന്നേരം ഇടുക്കി കുട്ടിയാവണം, അമ്മയെ പോലെ നല്ലൊരു ഓഫീസർ ആകണം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഈ കുട്ടി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പറയുകയാണ്, അയ്യോ ഒരാളുടെ അനുഗ്രഹം വാങ്ങാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പൂജാമുറിയിലേക്ക് ഓടുകയാണ്. അന്നേരം എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനിക്ക് ഇത് മനസ്സിലാവുകയാണ്. ശാലിനി പുറകെ പോവുകയാണ്. തുടർന്ന് പൂജാമുറിയിലേക്ക് ചെല്ലുന്ന സത്യമാണെങ്കിൽ അവിടെ ദൈവങ്ങളുടെ മുന്നിൽ, കൃഷ്ണൻ്റെ പടത്തിന് മുന്നിൽ ഒരു തട്ടത്തിൽ വിഷ്ണുവിൻ്റെ മാല ഇങ്ങനെ ഇട്ട് വച്ചിരിക്കുകയാണ്. തുടർന്ന് അച്ഛ, ഞാൻ സ്കൂളിൽ പോവുകയാണ്, എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, അച്ഛൻ്റെ അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം, പിന്നെ ഞാൻ അമ്മയെ പോലെ പഠിച്ച് വലിയൊരു ഓഫീസർ ആകണമെന്നാണ് എല്ലാവരും പറയുന്നത്, അച്ഛൻ്റെ സപ്പോർട്ട് ഉണ്ടാകണേ, പോയിട്ട് വരാമേ, ടാറ്റ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ശാലിനിയെ കാണുകയാണ് സത്യ. അന്നേരം എന്നും പറഞ്ഞിങ്ങനെ തല ഉലുക്കുകയാണ്, പോരെ എന്നുള്ള രീതിയിൽ. അന്നേരം ശാലിനിയും തിരിച്ച് തല ഉലുക്കുന്നുണ്ട്. തുടർന്ന് സത്യാന്ന് ശാരദാമ്മ അപ്പുറത്തുനിന്ന് വിളിക്കുമ്പോൾ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് സത്യ അങ്ങോട്ടത്തേക്ക് ഓടുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ തട്ടത്തിലിരിക്കുന്ന വിഷ്ണുവിൻ്റെ മാല ഇങ്ങനെ കൈകൊണ്ട് എടുക്കുകയാണ്. അന്നേരം വിഷ്ണുവിനെ ഓർക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. തുടർന്ന് അന്ന് ശാലിനി കുഞ്ഞിനെയും കൊണ്ട് ചെന്നപ്പോൾ അവിടെ മുറ്റത്ത് കിടന്ന വിഷ്ണുവിൻ്റെ മാല എടുത്തതും ഇത് വിഷ്ണുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞതും ഓർത്ത് അങ്ങ് വിഷമിക്കുന്നുണ്ട്. ഇതേ സമയം സത്യഭാമയുടെ വീട്ടിലും വിഷ്ണു എങ്ങോട്ടോ പോകാനൊക്കെ ആയിട്ട് റെഡി ആവുകയാണ്. വിഷ്ണു ആകെ ഒരു മുഖമാണ് കാണുന്നത്. ഒരു രുദ്രാക്ഷ മാലയ്ക്ക് പകരം രുദ്രാക്ഷമാലയൊക്കെ കഴുത്തിലേക്ക് ഇടുകയാണ്. ഇതേസമയം പപ്പിക്കുട്ടി ശ്യാമയെന്നൊക്കെ സത്യഭാമ താഴെ നിന്ന് വിളിക്കുന്നത് കേട്ടിട്ട് വിഷ്ണുവും താഴേക്ക് ഇറങ്ങി വരികയാണ്. അതിനു മുമ്പേ ശ്യാമയും പപ്പിക്കുട്ടിയും കൂടി റെഡിയായി വരുന്നുണ്ട്. അന്നേരം പപ്പിക്കുട്ടിയുടെയും ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. അന്നേരം ഗുഡ് മോർണിംഗ് സത്യാമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പപ്പിക്കുട്ടി വരികയാണ്. അന്നേരം ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ പപ്പിക്കുട്ടിയെ കൊണ്ടുപോകാനുള്ള സ്നാക്സൊക്കെ ആയിട്ട് പൊന്നി വരുന്നുണ്ട്. അത് ശ്യാമ ബാഗിലേക്കൊക്കെ വാങ്ങിച്ച് വെക്കുകയാണ്. അതിനുശേഷം പിന്നെ ഇന്ന് കളർ ഡ്രസ്സാണോ, യൂണിഫോം എന്ത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ഈ സത്യാമ്മയ്ക്ക് ഒന്നും അറിയില്ല. ഫസ്റ്റ് ഡേ ആയിട്ട് കളറല്ലേ ഇടേണ്ടതെന്ന് പറയുകയാണ്. അന്നേരം അമ്പടി ഗെയിമി എന്ന് പറഞ്ഞിട്ട് മോളുടെ അത്ര വിവരമൊക്കെ എനിക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തുകയാണ്. അന്നേരം അല്ലേ രാഘവേട്ടാന്ന് ചോദിക്കുമ്പോൾ സംശയമാണെന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ പറയുകയാണ്, എങ്കിൽ മോള് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക, സത്യഭാമ മറുപടി പറയാമെന്ന് പറയുകയാണ്. അന്നേരം 2 ചോദ്യങ്ങളെ ഞാൻ ചോദിക്കുകയുള്ളൂ എന്നിങ്ങനെ ആദ്യം കുട്ടി പറയുകയാണ്. അന്നേരം ചോദിക്കുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് വിഷ്ണുവും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വിഷ്ണുവും അവിടെ കസേരയിലേക്ക് ഇരിക്കുകയാണ്. അന്നേരം കുട്ടിയുടെ കുറുമ്പും കുസൃതിയുമൊക്കെ എല്ലാവരും നോക്കി ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സന്തോഷകരമായ ഒരു സന്ദർഭം തന്നെയാണ്. തുടർന്ന് A4 എന്നിങ്ങനെ പപ്പിക്കുട്ടി ചോദിക്കുമ്പോൾ ആധാർ കാർഡിനകത്തത് ആപ്പിൾ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കറക്റ്റ് അല്ലേ, ഞാൻ ജയിച്ചില്ലേ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ഒരു ചോദ്യം കൂടി ഉണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് ചോദിക്കുകയാണ്, ഓറഞ്ച് നിറമാണോ പഴമാണോ എന്ന്. അന്നേരം സത്യഭാമ ഒരു നിമിഷം ആലോചിക്കുകയാണ്. ഉത്തരം കിട്ടുന്നില്ല. അന്നേരം എന്താ രാഘവേട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കുട്ടികളോട് കളിക്കാൻ നിൽക്കരുതെന്ന്. അന്നേരം സത്യഭാമയ്ക്ക് ഉത്തരം കിട്ടാതിരുമ്പോൾ ശ്യാമയോട് ചോദിക്കുകയാണ്. അന്നേരം സത്യാമ്മ, ഇവരുടെ എല്ലാ ചോദ്യം കൊണ്ട് ഞാൻ ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്, നമ്മളെങ്ങ് വിട്ടേരെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊഴുത് കാണിക്കുകയാണ്. തുടർന്ന് പൊന്നിയോട് ചോദിക്കുകയാണ്, പൊന്നി നിനക്കറിയാമോ? അന്നേരം സത്യാമ്മ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ടെന്നും പറഞ്ഞ് പൊന്നി രക്ഷപ്പെട്ടങ്ങ് പോവുകയാണ്. തുടർന്ന് പിള്ളയോടും ചോദിക്കുമ്പോൾ പിള്ള ഇങ്ങനെ ചെവിയിൽ പിടിച്ചിട്ട് പറയുകയാണ്, അയ്യോ സത്യാമ്മയെ കുഞ്ഞ് എന്താണ് ചോദിച്ചതെന്ന് ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. ഓ, അല്ലെങ്കിലും തനിക്ക് ചെവി കേൾക്കത്തില്ലല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ ഇരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, തോൽവി സമ്മതിക്കുക, മോൾ ഉത്തരം പറയുമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ തോൽവി സമ്മതിച്ചു തുല്യ എന്നിങ്ങനെ പറയുമ്പോൾ ഇനി മോൾ ഉത്തരം പറയുകയെന്ന് പറയുകയാണ്. തുടർന്ന് കുട്ടി സത്യഭാമയുടെ മടിയിൽ നിന്നും ഇറങ്ങിയിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് വല്യജാന്ന്. അന്നേരം പറയണോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ അതിനെന്തായിട്ട് സംശയം, ഓറഞ്ച് പഴം തന്നെയാണെന്ന്. അന്നേരം സത്യഭാമ പറയുകയാണ്, അതെങ്ങനെ ശരിയാവും, ഞാൻ പഴമാണെന്ന് പറഞ്ഞാൽ അവൾ നിറമാണെന്ന് പറയില്ലേ എന്ന്. അന്നേരം ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ക്ലൂ ഉണ്ട്. A4 ആപ്പിൾ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പഴത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതും പഴം തന്നെയാണെന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് പറയുകയാണ്. തുടർന്ന് നിനക്കെങ്ങനെ ഇത് മനസ്സിലായി എന്നിങ്ങനെ വിഷ്ണുവിനോട് രാഘവൻ നായർ ചോദിക്കുകയാണ്. നിനക്കിത്ര വളഞ്ഞ ബുദ്ധിയൊന്നുമല്ല, പിന്നെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോഴാണ് ആ ക്ലൂവിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. തുടർന്ന്
പിന്നെ അവർ തങ്ങളിൽ നല്ല കൂട്ടല്ലേ, അതുകൊണ്ട് അവർ തങ്ങളിലല്ലേ എപ്പോഴും കമ്പനി, അതുകൊണ്ട് മനസ്സിലായതായിരിക്കും എന്നിങ്ങനെ ശ്യാം പറയുകയാണ്. അന്നേരം രാഘവൻ നായർ അത് ശരിവെച്ച് പറയുകയാണ്, അതെ അതെ, ഇവളുടെ ചില നേരത്തെ നിപ്പും നോട്ടവും കുസൃതിയൊക്കെ കണ്ടാൽ ഇവൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഇവനെപ്പോലെ തന്നെ എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് അങ്ങ് വിഷമമാവുകയാണ്. ശ്യാമ ഒരു നിമിഷം എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് വിഷ്ണു അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കണം. സത്യഭാമ അത് ശരിവെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമ വിഷയം മാറ്റാനായിട്ട് അങ്ങ് പറയുന്നുണ്ട്, നമുക്ക് സ്കൂളിൽ പോകണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ ബാഗ് ഇതാന്നും പറഞ്ഞിട്ട് പപ്പിക്കുട്ടി ബാഗ് പിടിച്ച് വാങ്ങുകയാണ്. അന്നേരം ഞാൻ വെച്ചോളാം എന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ ബാഗല്ലേ, ഞാൻ വെച്ചോളാം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വലിയച്ഛാ നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, എങ്ങോട്ട് പോകാൻ? സ്കൂളിലേക്ക് എന്നിങ്ങനെ പപ്പിമോള് പറയുമ്പോൾ സ്കൂളിൽ പോകുന്നതേ എനിക്ക് ഇഷ്ടമല്ല, അവിടുത്തെ ആരും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ 7ാം ക്ലാസ് വെച്ച് പഠിപ്പ് നിർത്തിയത്, ആ പരിപാടി നടക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല എന്നെ കൊണ്ട് വിട്ടേ ഒക്കുള്ളൂ എന്നും പറഞ്ഞ് പപ്പിക്കുട്ടി ദേഷ്യത്തിലാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, നടക്കില്ലെന്നല്ലേ പറഞ്ഞത്, നീ നിൻ്റെ അച്ഛനോട് പോയി പറയുമെന്ന് പറയുമ്പോൾ അച്ഛനോട് തന്നെയാണ് പറഞ്ഞത് എന്നിങ്ങനെ പെട്ടെന്ന് പപ്പിക്കുട്ടി പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ശ്യാമയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശ്യാമ പപ്പി എന്നിങ്ങനെ ദേഷ്യത്തോടെ വിളിക്കുമ്പോൾ അച്ഛനേക്കാൾ വലിയ അച്ഛനല്ലേ വലിയച്ഛൻ, അപ്പോൾ വലിയച്ഛനോടാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് ഇല്ല ഞാൻ കൊണ്ടുപോകില്ല എന്നിങ്ങനെ വിഷ്ണു തറപ്പിച്ച് പറയുമ്പോൾ എന്നാൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് ബാഗ് അങ്ങ് തറയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ സെറ്റിയിലേക്ക് അങ്ങ് പിണക്ക ഭാവത്തോടു കൂടി പോയിരിക്കുകയാണ്. അന്നേരം പിണക്കോ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പപ്പിക്കുട്ടി പിണക്കമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്നും പറഞ്ഞിങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് പപ്പിക്കുട്ടിയെ പിന്നെ വല്യച്ഛനല്ല പിന്നെ ആരെ സ്കൂളിൽ കൊണ്ടുപോകണേ എന്ന് ചോദിക്കുമ്പോൾ സത്യം എന്നും പറഞ്ഞിങ്ങനെ തിരിയുകയാണ്. അന്നേരം അതെ വല്യച്ഛൻ കൊണ്ടുപോകുമെന്ന് പറയുകയാണ്. പിന്നെ എന്തിനാ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് പപ്പിക്കുട്ടിയുടെ പിണക്കം കാണാനല്ലേ എന്ന് പറയുന്നുണ്ട്. സത്യം എന്ന് ചോദിക്കുമ്പോൾ സത്യം എന്നും പറഞ്ഞ് കയ്യിലേക്ക് തൊടുകയാണ്. ഇന്ന് വല്യച്ഛൻ ഉമ്മ തന്നേന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയെ കൊടുത്തിട്ട് കുട്ടിയെ എടുക്കുകയാണ്. തുടർന്ന് അമ്മയെ പോകാമെന്ന് പറഞ്ഞ് ശ്യാമയുടെ അടുത്തേക്ക് കുഞ്ഞ് ചെല്ലുന്നുണ്ട്. തുടർന്ന് അച്ഛമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ സത്യഭാമയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. തുടർന്ന് പഠിച്ച് നല്ല മിടുക്കി കുട്ടിയാവണം എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ രാഘവൻ നായരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പഠിച്ച് മോള് പഠിച്ച് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനിയെ പോലെ ആകണമെന്നോ കളക്ടർ ആകണമെന്ന് പറയാനാണ് വരുന്നത്. പക്ഷേ പെട്ടെന്ന് രാഘവൻ നായരെ ഫോട്ടോയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. സത്യഭാമയ്ക്കും അത് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് ആരാവണം എന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് ഇഷ്ടമുള്ളതായിക്കോ എന്നിങ്ങനെ പെട്ടെന്ന് രാഘവൻ നായർ അങ്ങ് പറയുകയാണ്. വിഷ്ണുവിനും ശ്യാമയ്ക്കും ഒക്കെ മനസ്സിലാവുന്നുണ്ട് ശാലിനിയുടെ കാര്യമാണ് രാഘവൻ നായരോട് പറയാൻ വരുന്നതെന്നുള്ളത്. അതൊന്ന് എൻ്റെ മനസ്സിലൊരു പ്ലാനൊക്കെ ഉണ്ട് എന്നിങ്ങനെ പപ്പിക്കുട്ടി പറയുമ്പോൾ അതെന്താന്ന് ചോദിക്കും. അത് സസ്പെൻസ് ആണെന്ന് പറയുകയാണ്. തുടർന്ന് വല്യച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുമെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കാലിലേക്ക് ഇങ്ങനെ പിടിക്കാൻ പോകും. വേണ്ട എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കുഞ്ഞിനെ എടുത്തങ്ങ് പൊക്കുകയാണ്, അങ്ങ് എടുക്കുന്നുണ്ട്. തുടർന്ന് ഒരു നിമിഷം ആലോചിക്കുന്ന കുട്ടി വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഊന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഒരാളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോയിൽ അടുത്ത് പോയി നിൽക്കുകയാണ്. ഈ ഫോട്ടോയിലുള്ള ആളിനോട് പറയില്ലല്ലോ, ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരത്തുമില്ല എന്നും പറഞ്ഞ് ശാലിനിയുടെ ഫോട്ടോയിൽ നോക്കി കുഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് സത്യഭാമയ്ക്ക് ദേഷ്യം കൊള്ളുകയാണ്. പപ്പിക്കുട്ടിന്ന് ഇങ്ങനെ ഉറക്കെ വിളിക്കുമ്പോൾ ഭാമേ വേണ്ട കുഞ്ഞല്ലേ എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. എന്നിട്ട് വിഷ്ണുവിനെ ആകെ അങ്ങ് വിഷമാവുകയാണ്. തുടർന്ന് ഭാമയാണെങ്കിൽ ആ ദേഷ്യമൊക്കെ മാറ്റി പിടിച്ചിട്ട് കുഞ്ഞിനെ പപ്പിക്കുട്ടി എന്ന് പറഞ്ഞോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളുടെ ആദ്യ ദിവസമല്ലേ, അപ്പോൾ പഠിക്കുക, കൂട്ടുകാരോടെ കൂട്ടുകൂടുക, കളിക്കുക, നന്നായിട്ട് വളരുക, ഇതൊക്കെ മതി, അശുഭചിന്തകളൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ മുഖമാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ടിരിക്കുകയാണ്. ഭാമയ്ക്ക് നോക്കാനേ കഴിയുന്നില്ല. എന്നിട്ടും ഭാമ ഇങ്ങനെ ഒന്നല്ലാതെ വിഷ്ണു പോവാന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു കുഞ്ഞിൻ്റെ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് ശ്യാമ അച്ഛനോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടി കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങുകയാണ്. തുടർന്ന് കാറിലേക്ക് കയറാൻ നേരം ബാക്ക് ഡോർ തുറന്നു കൊടുക്കുമ്പോൾ ഞാൻ വല്യച്ഛനോട് മുന്നെയാണ് കയറുന്നതെന്ന് പപ്പിക്കുട്ടി പറയുകയാണ്. തുടർന്ന് വിഷ്ണു കുഞ്ഞിനെ എടുത്ത് ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുത്തുന്നുണ്ട്. ഈ സീറ്റ് ബെൽറ്റ് അങ്ങാണ് ഊരിയ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങ് ചാരിയിരിക്കുകയാണ്. തുടർന്ന് ഒരു വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഇതേസമയം രാഘവൻ നായർ പിള്ളയോട് പറയുന്നുണ്ട്, ഭാമയ്ക്ക് ശാലിനിയോടുള്ള വിദ്വേഷം ഒരിക്കലും മാറുന്നില്ലല്ലോ, അത് കൂടി വരികയാണല്ലോ എന്ന് പറയുമ്പോൾ അത് സത്യാമ്മ രാഗി മിനുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ താൻ ഭ്രമണം ഒന്നും കേട്ടിട്ടില്ലേ, എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു അച്ചുതണ്ടുണ്ടെങ്കിലേ കറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ, അതേപോലെ ശാലിനിയുടെ അച്ചുതണ്ട് വിഷ്ണുവാണ്, അവൾ ഇങ്ങോട്ടത്തേക്ക് വന്നേ പറ്റൂ, വരിക തന്നെ ചെയ്യും എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. ഇതേസമയം സത്യകുട്ടിയും കൊണ്ട് ശാലിനിയും കാറിലിങ്ങനെ വരികയാണ്. അന്നേരം അമ്പലത്തിൽ ഇറങ്ങിയിട്ട് പോകാമെന്ന് പറയുകയാണ്. അവിടെ സത്യഭാമയും പറയുന്നുണ്ട് അമ്പലത്തിൽ കയറിയിട്ട് പോകാമെന്ന്. അന്നേരം പപ്പിക്കുട്ടി അമ്പലത്തിൽ എന്തിനാന്ന് ചോദിക്കുമ്പോൾ മറുപടി ശാലിനി പിന്നെ സത്യകുട്ടിയോട് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. മോളുടെ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ എന്ത് ശുഭകാര്യം തുടങ്ങുമ്പോഴും അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് ആദ്യം ശാലിനിയുടെ വണ്ടിയാണ് അമ്പലത്തിലേക്ക് എത്തുന്നത്. രാമേട്ടൻ അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ശാലിനി സത്യകുട്ടിയും കൊണ്ട് അകത്തേക്ക് കയറി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വിഷ്ണുവിൻ്റെ വണ്ടിയും അവിടെ വരുന്നുണ്ട്. വിഷ്ണുവും ഭാമയും ശ്യാമയും കൂടി കുഞ്ഞിനെയും കൊണ്ട് ആ സ്റ്റെപ്പ് കയറി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി അവർ തങ്ങൾ പരസ്പരം കാണുമോ, വിഷ്ണു തൻ്റെ കുഞ്ഞിനെ കാണുമോ എന്ന് കാണും. അതൊക്കെ അടുത്ത എപ്പിസോഡിലാണ്. ഒക്കെ കാണാം. ഓക്കെ, താങ്ക് യു.